ഹലോ ഞാൻ പറയാം, ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. കിളനീര് ബാംഗ്ലൂരിൽ നല്ല എവിടെയാണെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണിയാണ് കിട്ടുക. ഈ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചതിക്കുഴിയുണ്ട്. ആ ചതിക്കുഴിയിൽ നിന്ന് നിങ്ങളൊന്ന് കഴിച്ചലാക്കുക. അതേപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ പഠിക്കുന്നത് ഇവിടെ ബാംഗ്ലൂരാണ്. നമ്മുടെ മണിയേട്ടൻ ഇവരൊക്കെ ഒന്ന് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ രണ്ടാമത്തെ മോൻ്റെ അഡ്മിഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയൊരു ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതൊന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണിയേട്ടൻ പരിചയപ്പെടുത്തി തന്ന ഒരു അനൂപായി ഉണ്ട്. അനൂപായിനൊന്ന് കാണുക, അനൂപായിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അനൂപായി അവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. ബാംഗ്ലൂരിൽ മടിവാളയിൽ മാരുതി നഗർ തന്നെയാണ് അനൂപായിൻ്റെ ഓഫീസും ഉള്ളത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് BSc നഴ്സിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, AA ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എന്തായാലും ശരി, അതിൻ്റെ അഡ്മിഷൻ പോണ സമയത്ത് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഏജൻസീൻ്റെ അടുത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ പണി 8ൻ്റെ വരും. നാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഏജൻറ്റുമാരാണ്. അവരുടെ അടുത്ത് നിങ്ങൾ വിശ്വസിച്ച് പൈസ കൊടുക്കും. പ്രത്യേകിച്ച് പ്രവാസികൾ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല വരാൻ പോകുന്നത്. ഇവർ ഒരു ഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അഫിലിയേഷൻ ഇല്ലാത്ത ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ആക്കും. അതേപോലെ തന്നെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ സൗകര്യവും ഉണ്ടാവില്ല. ആ കുട്ടിയുടെ ഒരു വർഷം പോയി. ആ കുട്ടിയുടെ ഭാവിയാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ തൊലയ്ക്കണത്. അതുകൊണ്ട് മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏജൻസിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. അനൂപായി അവിടെ വെയിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് പോയി നോക്കാം. വരെ. അപ്പൊ അനൂപായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉഷാറല്ലേ? അപ്പൊ ചങ്ങന്മാരെ, നമ്മൾ അനൂപായിന്റെ ജേണക്സ് ഇന്റർനാഷണൽ എന്നുള്ള ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസ്? എന്റെ മോനൊക്കെ നിങ്ങളൊന്ന് ഇരിക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് അപ്പം പറയാം. ശരി, ഓക്കെ. എന്റെ മോനൊക്കെ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരുണ്ട്. ഞാൻ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഓക്കെ, എസ്പെഷ്യലി അഡ്മിഷൻസ്, കോളേജ് അഡ്മിഷൻസ്, സ്കൂൾ അഡ്മിഷൻസ്, ആഫ്റ്റർ +2 ആഫ്റ്റർ ഡിഗ്രി ആയിട്ടുള്ള കുട്ടികളുടെ അഡ്മിഷൻസ് ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. 10,000 സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ചെയ്തതാണ് ജാനക്സിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പൊ 10,000 അഡ്മിഷൻ എന്ന് പറയണ്ടല്ലോ, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത്? മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ മേഖല, നമുക്ക് ഈ കോഴ്സുകൾ പല രീതികളായിട്ട് തിരിക്കാം. നമുക്ക് മെഡിക്കൽ മേഖലയായിട്ട് തിരിക്കാം, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് മോനിക്ക. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് കോഴ്സുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിന്റെ കാലാണ്, കോളേജ് മാറി യൂണിവേഴ്സിറ്റിന്റെ 1000 യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയതായിട്ട് വന്നത്, പുതിയതായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, ആ ലെവലിൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട്, ഇപ്പൊ എഞ്ചിനീയറിംഗ്, പണ്ട് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്ക്, സിവില്, ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് കോഴ്സുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പല പാരന്റ്സിനോ സ്റ്റുഡൻസിനോ അറിവില്ലാത്ത പല കാര്യങ്ങളുമാണ് ജേണക്സ് മുഖേന നമ്മൾ അറിയിച്ചു കൊടുക്കണേ. എസ്പെഷ്യലി നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൺലൈൻ വഴിയാണ്. എറൗണ്ട് നമുക്കൊരു 5 ഡൊമൈൻ ഉണ്ട് മോനിക്ക. ഇത് വഴിയാണ്, മോനിക്കൊക്കെ അറിയാലോ, നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എന്റെ അടുത്ത് വരുന്നു, നിങ്ങളൊരു കോഴ്സ് പറയുന്നു, ആ കോഴ്സിനെ കുറിച്ചുള്ള അതിന്റെ ജോബിന്റെ സാധ്യതയെ കുറിച്ച് എന്നോട് പറഞ്ഞു തരുന്നു. ഓക്കെ, നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ തമ്മിലുള്ള ആ പരിചയത്തിന്റെ പുറത്താണ് വേറൊരു കോഴ്സ്, തീർച്ചയായും അല്ലെ, നല്ലൊരു കോളേജിലേക്കൊക്കെ ഒരു അഡ്മിഷൻ ചെയ്ത് മോന്റെ കാര്യങ്ങൾ മോനെ കാണാൻ വന്നപ്പോ എന്നെ ഒന്ന് കാണാൻ വന്നു. ഓക്കെ, ആ നല്ല കോഴ്സിലേക്ക് എത്തിയത് നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. ശരിക്കും വേറെ എല്ലാരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ബട്ട് നമ്മൾ ഒരു വ്യക്തി, ഒരു പാരന്റ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, സാറേ എനിക്ക് ഇന്ന കോഴ്സ് വേണമെന്ന് പറയുന്നു. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്തു കൊടുത്താൽ മതി. ഞാൻ ചിന്തിക്കണം അവിടെയല്ല, അവന്റെ കഴിവ് എവിടെയാണ്. അവന് മെഡിക്കൽ പഠിക്കാൻ പറ്റുമോ, അത് അവന്റെ ടേസ്റ്റ് എഞ്ചിനീയറിംഗിലാണോ അല്ലെങ്കിൽ ഏവിയേഷനിലാണോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ സ്റ്റുഡന്റിനോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ അവരുമായിട്ട്, ആ പാരന്റുമായിട്ട് നല്ല ഒരു അടുപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ കോഴ്സ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അത് കോഴ്സ് മാത്രമല്ല, നമ്മളിപ്പോ BCom എന്തുകൊണ്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വന്ന് പഠിക്കണം? നാട്ടിൽ ഇഷ്ടം പോലെ കോളേജ് ഉണ്ട്. ആ ക്രൈസ്റ്റിന്റെ ഒരു വാല്യൂ ഉണ്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പൊ കോളേജ് ഇമ്പോർട്ടന്റ് ആണ്, കോഴ്സ് എവിടെയെങ്കിലും ചെയ്താൽ പോലെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഒരു അഡ്മിഷൻ
പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേ അല്ല. അതെ അതെ അതെ, അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. തീർച്ചയായും നമ്മൾ എൻക്വയറി നടത്തുന്നു, അവരുമായിട്ട് കൗൺസിലിംഗ് നടത്തുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് കോളേജ് വിസിറ്റിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ്, അവർ കോളേജ് പോയി കാണുന്നു, അവിടുത്തെ സ്റ്റുഡൻസിനെ കാണുന്നു, ടീച്ചേഴ്സുമായിട്ട് അവർ സംസാരിക്കുന്നു, അതിനുശേഷമാണ് അവർ ഡിസൈഡ് ചെയ്യണത് ഏത് കോഴ്സ് എടുക്കണം. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെക്കുക, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം എന്ന് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം +2 വരെ ഉള്ളൂ അല്ലേ, ഓൾമോസ്റ്റ് അവിടെ +2 വരെ ഉള്ളൂ. +2 മേലുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരു പ്രവാസിക്ക് താങ്ങാവുന്ന വളരെ ദുർലഭ ആൾക്കാർ. അവര് ആദ്യം നോക്കണ ഇന്ത്യ, കുറച്ച് ആൾക്കാർ എബ്രോഡ് സ്റ്റഡീസ്. ഇതിൽ പല ആൾക്കാർക്കും ഒരുപാട് ചതിയിൽപ്പെട്ടിട്ട് പല ആൾക്കാരുടെ അനുഭവം എനിക്കറിയാം. ഇപ്പൊ ലാസ്റ്റ് ഇയർ മോനക്ക് എന്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. കുവൈറ്റിലുള്ള ഒരു കാൻഡിഡേറ്റ്, ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു. അവരുടെ മോന് ഫാം ഡി കോഴ്സ് വേണം. അപ്പൊ എന്നെ ഓൺലൈനിൽ നമ്പർ എടുത്തിട്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ മാഡം പറയാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്തിട്ടും ഇവരിങ്ങോട്ട് അവര് അടുക്കണില്ല, ഇവര് എന്തൊക്കെയോ മറച്ചു വെച്ച് സംസാരിക്കുവാണ്. ഏറ്റവും അവസാനം ഞാൻ ചോദിച്ച് ഏറ്റവും അവസാനം പറയുക, എന്നെ പരിചയപ്പെടുന്നതിന് 1 മാസം മുന്നേ വേറെ ഏതൊരു ആളെ പരിചയപ്പെട്ട്, അവരുടെ ഓഫീസില്ല, അഡ്രസ് ഇല്ല, ഒരു മൊബൈൽ നമ്പർ ഉണ്ട്, ഇവരെങ്ങാണ്ട് 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. ഏറ്റവും അവസാനം അവർ ഇവിടെ വന്നപ്പോൾ ആ കോളേജിൽ സീറ്റും ഇല്ല, ആ കൺസൾട്ടന്റും ഇല്ല, ഈ പറയണ ഒന്നുമില്ല. അവർ എൻ്റെ അടുത്ത് വന്നു, ഞാൻ അവർക്ക് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഓഫീസിൽ വന്ന് അവർക്ക് നമ്മളുമായിട്ട് ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ കോളേജിൽ പോകുന്നു, കോളേജ് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ അവർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് അടയ്ക്കാം. ഈ മേഖലയിൽ എല്ലാ ആൾക്കാരും നോക്കേണ്ട ഒറ്റൊരു കാര്യം, എന്നെ പോലെ ജെന്യൂൻ ആയിട്ടുള്ള ആയിരക്കണക്കിന് കൺസൾട്ടൻസ് ഓഫീസുണ്ട്. ഞാൻ മാത്രമെന്നല്ല പറയുന്നത്, 1000 അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഞങ്ങളുടെ മേഖലയിൽ. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സംഘടനയുണ്ട്, വളരെ ജെന്യൂൻ ആയിട്ട് പോണ ആൾക്കാരുണ്ട്. ദയവ് ചെയ്തിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. നമ്മൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? മോനിക്ക എന്നെ റെഫർ ചെയ്യണത്, മോനിക്കേന്റെ ഒരു മകന്റെ ഒരു അഡ്മിഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നോണ്ടാണ് ഇന്നൊക്കെ ഇവിടെ വന്നത്. അതെ 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 അല്ലെ, ഞാൻ ഒരുപാട് പേരെ റെഫർ ചെയ്തിട്ടുള്ള ആ ഒരു ധൈര്യത്തിലാണ്. ഓക്കെ, ധൈര്യമായിട്ട് ആ ഒരു നിങ്ങളുടെ ഒരു ട്രസ്റ്റ് എന്നും ഞാൻ കീപ്പ് ചെയ്യുന്നതാണ്. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ പല പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ എവിടെ പോയി വേണമെങ്കിൽ അഡ്മിഷൻ എടുത്തോളൂ. അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുക എന്ന് മാത്രമല്ല, ഗൈഡൻസ്. നമ്മളൊരു കോളേജിലേക്ക് ഇപ്പൊ നമ്മൾ അഡ്മിഷൻ മേഖലയില് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഫുള്ള് ബിസിനസ് എന്നല്ല, നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലേക്കാ നമുക്കിപ്പോ എവിടെ പോയി നിങ്ങളുടെ മാർക്കിന് എവിടെ അപ്ലൈ ചെയ്താൽ എവിടെ എങ്ങനെ കിട്ടും. ഇപ്പൊ MBBS, BDS, BMS, BHMS, ഓക്കെ, ഇതിന് ലീഗലി നമുക്ക് അഡ്മിഷൻ ഇല്ല. അത് കംപ്ലീറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ നീറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഓക്കെ, അത് ഒരു കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ഒരാൾക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പൊ ബാംഗ്ലൂര് പല കോളേജിന്റെ പേര് രാമയ്യ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, രാമയ്യ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയുമോ? ഇപ്പൊ ഞങ്ങളിലൂടെയാണ് ഇത് അറിയണത്. പിന്നെ പ്രവാസികൾക്ക് പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മെറിറ്റ് സിസ്റ്റത്തിൽ, എന്റെ തോന്നലാണ്, ഞാൻ എന്റെ അറിവിൽ നിന്ന് പറയുവാണ്, മെറിറ്റ് സിസ്റ്റത്തിൽ അവർക്ക് എന്തില്ല, കേരളത്തിൽ സീറ്റില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് പറയാനുള്ളത്, കേരളത്തിന്റെ പുറത്തേക്ക് ഇത്രമാത്രം കുട്ടികൾ വന്ന് പഠിക്കണത് കേരളത്തിന് മതിയായ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. 6000-നും 7000-നും ഇടയ്ക്കുള്ള നഴ്സിംഗ് സീറ്റേ ഉള്ളൂ ഇവിടെ കേരളത്തിലുള്ളൂ. അവിടെ അപ്ലൈ ചെയ്യണ കുട്ടികളോ 60,000 തൊട്ട് 90,000 പേരാണ് അവിടെ അപ്ലൈ ചെയ്യണത്. അത് കാരണമാണ് എന്ത്, കേരളത്തിന്റെ പുറത്തുള്ള കർണാടക, തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലെ സ്റ്റേറ്റിലേക്ക് കുട്ടികൾ വന്ന് പഠിക്കണത്. ഇതിൽ പ്രശ്നം എവിടെയാണ്? ഇവിടെയുള്ള 60% കോളേജുകൾ നല്ല രീതിയിലും 40% കോളേജുകൾ വളരെ മോശമായിട്ട് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടാവില്ല, റെന്റിനായിരിക്കും. ഇതിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. ഞാൻ മെഡിക്കൽ മേഖലന്റെയാണ് കാര്യങ്ങൾ പറയുന്നത്. എസ്പെഷ്യലി ഒരു സാമ്പത്തികം കുറഞ്ഞ ഒരു ഫാമിലിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയ ഏക ഒരു കോഴ്സാണ് നഴ്സിംഗ്. അതാണ് ആ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ മെറിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അതാത് സ്റ്റേറ്റിൽ ഒരു എക്സാം നടത്തുവാണ്. ആ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ എലിജിബിൾ ആയി, അതിന് കറക്റ്റ് ആയിട്ട് എലിജിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളേജിലേക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലും അറിയണില്ല, പലർക്കും ഇതിനെ കുറിച്ച് പോലും അറിവില്ല. ഇവിടെ അടുത്ത മാസം ആണ് ഈ എക്സാം വന്നത്. കർണാടകത്തില് ഓരോ സ്റ്റേറ്റിലും എക്സാം ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം
വളരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ജാനക്സ്, ഞങ്ങളുടെ സ്ഥാപനം. ഓക്കെ, എൻ്റെ ഒരു അനുഭവം തന്നെ എൻ്റെ മോൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ 101% എനിക്ക് സാറ്റിസ്ഫൈ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ നമ്മുടെ പ്രേക്ഷകരോടും ലോകത്തോടും വിളിച്ച് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഒരു കോഴ്സ് ചൂസ് ചെയ്തു. ആ കോഴ്സ് നിങ്ങൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് ഇന്ത്യയിൽ തന്നെ അല്ലാത്തതാണ്, പുറമേ വിട്ട് പഠിപ്പിക്കാനുള്ള ആവത് എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് അവൻ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞു. അപ്പം നിങ്ങൾ അവന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മോനെ ഇതിൻ്റെ ഒരു 100 ചാൻസ് ഈ ഒരു മേഖലയിൽ വരികയാണെങ്കിൽ നീ ഈ പറഞ്ഞ കോഴ്സിന് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് വേണ്ടിയും വരില്ല. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട് പറഞ്ഞ് അവന് ഓപ്ഷൻ ഇട്ട് കൊടുത്തു. നിങ്ങൾ പിന്നെ എന്നെ മാറ്റി നിർത്തി, അവന് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവൻ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്ന് അവൻ അതിന് പൂർണ്ണമായിട്ടും, എന്നിട്ട് അവൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പൂർണ്ണമായിട്ട് തൃപ്തിയാണെങ്കിൽ അത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ കോഴ്സ് നോക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായി, എൻ്റെ മോൻ്റെ ഒരു വർഷം സേവ് ആയി. അതുപോലെ ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് അവരെ എത്തിക്കാനും അതേപോലെ തന്നെ പറ്റിക്കപ്പെടാതിരിക്കാനും. ഇതിൽ വലിയൊരു ചതിക്കുഴിയും പറ്റിക്കപ്പെടലും ഇതിന്റെ മുമ്പിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഏതൊക്കെ ആൾക്കാരാണ് ഇതിൽ പറ്റിക്കപ്പെടുന്നത്, എങ്ങനെയുള്ളവരാണ്? മോനിക്ക, ഈ പാരന്റ്സ് അവര് ചതിക്കപ്പെടുന്നത് അതിന്റെ ഒരു ശതമാനക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 100%, 60% ഒരു അറിവുമില്ല മോനിക്ക, ഇതിനെ കുറിച്ച് ഒരു വിവരമില്ല, ഒരു അറിവുമില്ല. ബാക്കി 20%, ഓക്കെ, ഈ 20% ആൾക്കാർക്ക് നല്ല അറിവാ, പക്ഷെ ഇവർക്ക് ആരും വിശ്വാസവും ഇല്ല. ബാക്കി 20% കുറച്ചൊക്കെ അറിയാം, എന്നാ പിന്നെ അവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു വിഷയം. ഒരു +2 പഠിക്കുന്ന കുട്ടീന്റെ വീട്ടിൽ, ഒരു സ്റ്റുഡന്റിന്റെ വീട്ടിലേക്ക് കോളായിട്ടും ആളായിട്ടും നിരവധി ആൾക്കാരാണ് എത്തുന്നത്. അതെ അതെ. ഈ മേഖലയില് ഇവര് പറയണ വിശ്വസിച്ചിട്ട് ഇവരങ്ങ് എടുത്തു ചാടുവാണ് പാരന്റ്സ്. പക്ഷെ ഈ മേഖലയിൽ എല്ലാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുവല്ല, പല ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല. ഇവര് പറഞ്ഞ് വിശ്വസിച്ച് എടുത്തങ്ങ് ചാടി ക്യാഷ് കൊടുക്കുന്നു, ഡോക്യുമെന്റ് കൊടുക്കുന്നു. കോളേജിൽ വന്ന് ജോയിൻ ചെയ്യാൻ വന്ന ദിവസമായിരിക്കും അറിയണത് ഇവര് കാണിച്ചതല്ല കോളേജ്, അല്ല ഇവര് പറഞ്ഞതല്ലായിരിക്കും കോളേജ്. അതിന്റെ ഫെസിലിറ്റി അങ്ങനെയല്ലായിരിക്കും, അതിന്റെ അഫിലിയേഷൻ അങ്ങനെയല്ലായിരിക്കും. അവര് പറഞ്ഞ കോളേജിൽ 3-4 കോളേജ് ക്ലബ് ചെയ്തിട്ടായിരിക്കും ആ കോളേജ് ഇരിക്കണത്. അപ്പോഴായിരിക്കും പാരന്റ്സിന് എന്ത് പറ്റണേ, ചാദ്യം മനസ്സിലാവണത്. പിന്നെ അതിൽ നിന്ന് ആ ഒരു കെണിന്ന് രക്ഷപ്പെടാനുള്ള ടൈമില്ല. പിന്നെ അടുത്ത വർഷത്തേക്ക് ആവുള്ളൂ. അടുത്ത വർഷത്തേക്ക് ആവുക എന്ന് പറഞ്ഞ ഒരു വർഷം സ്റ്റുഡന്റിന്റെ പോയൊക്കെ. ഈ മേഖലയിൽ അതേപോലെ ഒരുപാട് പാരന്റ്സ് അറിവില്ലായ്മ കൊണ്ട് ചതിക്കപ്പെടുന്നുണ്ട്. അതായത് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്തമാണ് സ്വന്തം കുട്ടികളെ ആക്കേണ്ടത്. ആ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഇതുപോലുള്ളവർ വന്ന് കയറിയിട്ട് ചതിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഈ വരുന്ന ആളുകളുടെ പുറകിൽ ഒരുപാട് കണ്ണുകൾ ഉണ്ടാവും. ഇതൊന്നും ഈ പാവപ്പെട്ട പാരന്റ് അറിയാനും പോണില്ല. ഇവരൊക്കെ പല കോലത്തിൽ പൈസ പറ്റിച്ചിട്ടും ഒക്കെ ആയിരിക്കും വരിക. ഇവിടെ വന്ന് നോക്കുമ്പോ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവൂല. എത്ര കേസുകളാണ് അതുകൊണ്ടാണ് പറയുന്നത്. അവിടെയാണ് ജാനക്സ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ബാംഗ്ലൂർ മടിവാള പോലെയുള്ള ഒരു സ്ഥലത്ത്, ബാംഗ്ലൂരിന്റെ മടിവാള എന്ന് പറയുന്നത് ബാംഗ്ലൂരിന്റെ ആർട്ടോ സിറ്റിയാണ്. എനിക്ക് അറിഞ്ഞൂടെ, നിയർ ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എല്ലാ ബസ്സുകളും ഇവിടെ ഓക്കെ. അപ്പൊ ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ബാംഗ്ലൂർ മാത്രമായിട്ടല്ല, ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ബാംഗ്ലൂരാണ്, കർണാടക ആണ്, അതിൽ മൈസൂർ ഉണ്ട്, മംഗലാപുരം ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. ദെൻ അതേപോലെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള പിന്നെ തമിഴ്നാട്ടില് ആന്ധ്ര, അതേപോലെ തമിഴ്നാട്ടിൽ ഇപ്പൊ കോയമ്പത്തൂർ ഏരിയ, ആന്ധ്രയിലുള്ള പല ഏരിയകളിൽ ഞങ്ങൾ അഡ്മിഷൻ ഗൈഡൻസ്. എല്ലാം ഒരു ബിസിനസ് അല്ല. ഇപ്പൊ നമ്മൾ ഒരു സോഷ്യലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനം ജാനക്സ് എന്ന് പറഞ്ഞ ഒരു സോഷ്യലായിട്ട് നിൽക്കുന്നതാണ്, നമുക്ക് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുത്തൂടെ? എല്ലാ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏത് പാരന്റിനും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അവർക്ക് ഞങ്ങൾ കറക്റ്റ് ഗൈഡൻസ് കൊടുക്കും. ഓക്കെ, അതാണ് ഞങ്ങളുടെ മെയിൻ സർവീസ്. ഓക്കെ. അപ്പൊ അനൂപായി, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളെ ബന്ധപ്പെടുന്നത്? ഇക്ക നമ്മുടെ ജാനക്സിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ജാനക്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു 5ഓളം ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പബ്ലിക് ആക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് അതിൽ എന്റെ ഡീറ്റെയിൽ, കോഴ്സ്, യൂണിവേഴ്സിറ്റി, കോളേജസ്, ഫീസ്, ഡീറ്റെയിൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിലുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോഴേ എനിക്കൊരു സംശയമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സ്റ്റുഡന്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവീസ് നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട? അല്ല, എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സന്റെ കാര്യങ്ങളാണ്. ഓക്കെ,
ലോൺ ഒരിക്കലും ഞങ്ങൾ എടുത്തു കൊടുക്കണില്ല. ലോണിന് വേണ്ട സപ്പോർട്ടിങ് ഡോക്യുമെന്റ്. അപ്പൊ ഇക്ക പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയ ഒരു മനസ്സിലുള്ള ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് കേരളത്തില് ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാത്ത ഒരു കുറച്ച് ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവര്. ഓക്കെ, അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ പോകുമ്പോൾ നമുക്ക് കുറച്ച് കുറെ ഡോക്യുമെന്റുകൾ കൊടുക്കണം ബാങ്കിൽ എന്ന് പറഞ്ഞാൽ SLC +2 അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കോളേജിന്റെ അഫിലിയേഷൻ ലെറ്റർ. ആ കൂടെ അവർ ചോദിക്കുന്നതാണ് നമ്മുടെ വീടിന്റെ നികുതി ചീട്ട്. ഓക്കെ, ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് നികുതി ചീട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഇക്കേന്റെ വീഡിയോട് കൂടിയിട്ട് ഞാൻ പറയുവാണ്, നമുക്ക് കേരളത്തിലുള്ള ഒരു 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഓക്കെ നമുക്കൊരു 14 സ്റ്റുഡൻസിന്, ഈ അർഹതപ്പെട്ട ആൾക്കാർക്ക് എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്. അത് ഇക്കേനോട് ഞാൻ പിന്നെ പറയാം, അല്ലെ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് അർഹതപ്പെട്ട ആൾക്കാർക്ക് പഠനത്തിൽ മികവുള്ള ആൾക്കാർ, പക്ഷെ സാമ്പത്തിക ശേഷിയില്ല, വീടില്ല, അവർക്ക് നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കാം. അതിന് ദയവ് ചെയ്ത് എനിക്ക് ഈ വീഡിയോയിൽ ഒരു അവസരം തന്നെ. തീർച്ചയായും അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചങ്ങായിമാരെ ഇതാണ് പറയാനുള്ളത്. നമ്മളുടെ മക്കളുടെ ഭാവി നമ്മളുടെ കയ്യിലാണ്, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇതൊരു ആപ്റ്റായിട്ടുള്ള ടൈമാണ്, ഫെബ്രുവരി പകുതി. ഈ സമയത്ത് നിങ്ങളുടെ മകളുടെയോ മകൻ്റെയോ നിങ്ങളൊരു അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ നല്ല കോളേജിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി. അല്ലാതെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാതിരി എൻ്റെ മോൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത് നവംബർ 2-നാണ്. അത്രയും വൈകാനുള്ള കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ തിരക്കുകൾ, എൻ്റെ സർജറി പറഞ്ഞിട്ട് ഇത് അസാൾട്ടായിട്ട് വിട്ടു. ഏറ്റവും അവസാനം ഒന്നുമില്ലാതെ വന്നപ്പോൾ ഈ ഒരു മനുഷ്യനെ അന്ന് അനൂപായിനെ മണിയേട്ടം പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഒരു വർഷം പോയേനെ. അപ്പോൾ ഈ ഒരു ഗതി നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ എന്താ പറയുക നിങ്ങൾ ചെയ്യേണ്ടത്? ജേണക്സ് പോലുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള കൺസൾട്ടൻ്റെ അടുത്ത് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ടാവും, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ, അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.